ഹായ്, കാലിക്സ് ഇൻഫോ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സെൻസസുമായി ബന്ധപ്പെട്ടതാണ്. എന്തിനാണ് സെൻസസ്? അത് നമ്മുടെ ആനുകൂല്യങ്ങൾ എന്തെങ്കിലും നഷ്ടപ്പെടുത്തുമോ? തുടങ്ങിയ സംശയങ്ങൾക്കുള്ളൊരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോ. സെൻസസ് ഉദ്യോഗസ്ഥർ നമ്മുടെ വീടുകളിലേക്ക് വരുമ്പോൾ ഒരുപാട് പേർക്കുള്ളൊരു പേടിയാണ്, കാറുണ്ടെന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ ബൈക്കുണ്ടെന്ന് പറഞ്ഞാലോ നമ്മുടെ പെൻഷൻ നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ നമ്മുടെ BPL വിഭാഗത്തിലുള്ള റേഷൻ കാർഡ് APL വിഭാഗത്തിലേക്ക് മാറുമോ? അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് സത്യം മറച്ചു വെച്ചിട്ടാണ് സെൻസസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്, ഈ ഒരു ഭയം കാരണം. അപ്പോൾ എന്തിനാണ് സെൻസസ് ഉദ്യോഗസ്ഥർ വീടുകളിലേക്ക് വന്നത്? എന്തിനാണ് നമ്മളോട് ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിച്ചത്? അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ. എന്താണ് യാഥാർത്ഥ്യം എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് സെൻസസ് അഥവാ ജനസംഖ്യാ കണക്കെടുപ്പ് എന്ന് പറഞ്ഞാൽ. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ രാജ്യം മൊത്തത്തിൽ എങ്ങനെ വളരുന്നു, നമ്മുടെ ജനങ്ങളുടെ പൊതുവായ ജീവിത സാഹചര്യം എങ്ങനെയാണ്, ജനസംഖ്യ എത്രയാണ് തുടങ്ങിയ വിവരങ്ങളെല്ലാം അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രക്രിയയാണ് സെൻസസ്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് സെൻസസിൻ്റെ 1ാം ഘട്ടമാണ്. കെട്ടിടങ്ങളുടെ വിവരമാണ് നിലവിൽ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നത്. 2ാം ഘട്ടം ഫെബ്രുവരിയിലാണ് നടക്കാൻ പോകുന്നത്. സെൻസസിൻ്റെ ഭാഗമായി ശേഖരിക്കുന്ന വ്യക്തിഗത വിവരങ്ങൾ വളരെ രഹസ്യ സ്വഭാവമുള്ളതാണ്. വളരെ രഹസ്യമായിട്ട് സൂക്ഷിക്കുന്ന വിവരങ്ങളാണ് ഇത്. അതുകൊണ്ട് സെൻസസ് ഉദ്യോഗസ്ഥർ നമ്മുടെ വീടുകളിൽ വന്ന് കാറുണ്ടോ ബൈക്കുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പെൻഷൻ നഷ്ടപ്പെടുകയോ റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് മാറുകയോ ചെയ്യാൻ പോകുന്നില്ല. പെൻഷൻ സംബന്ധിച്ചാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടത്തുന്ന പരിശോധനകളിലൂടെയും റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ സിവിൽ സപ്ലൈസ് നടത്തുന്ന പരിശോധനകളിലൂടെയും മാത്രമാണ് നമ്മുടെ ആനുകൂല്യങ്ങളെല്ലാം നഷ്ടപ്പെടുക. അല്ലാതെ സെൻസസ് ഉദ്യോഗസ്ഥരോട് നമ്മുടെ വീട്ടിലെ സൗകര്യങ്ങൾ കൃത്യമായി പറഞ്ഞതുകൊണ്ട് നമ്മുടെ ആനുകൂല്യങ്ങളൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. മറിച്ച് ഇതിൽ സത്യസന്ധമായി വിവരങ്ങൾ നൽകുകയാണ് വേണ്ടത്. നമ്മൾ നമ്മുടെ വിവരങ്ങൾ സത്യസന്ധമായി നൽകുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ആവശ്യം സർക്കാരിന് കൃത്യമായി സെൻസസിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും സെൻസസ് ഉദ്യോഗസ്ഥർ വന്നു പോയിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഇനിയും വരാനുണ്ടെങ്കിൽ അവർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒട്ടും പേടിക്കാതെ മറുപടി നൽകിക്കോളൂ.